അവളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ വ്യക്തി ആരാണ്? അമ്മ, ഭാര്യ, മകൾ, സഹോദരി. അവൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും കൊടുക്കുന്നവളാണ്. പക്ഷേ ഒരു ചോദ്യം, അവളുടെ ഭാവി ആരാണ് സുരക്ഷിതമാക്കേണ്ടത്? ഈ വരുന്ന വനിതാ ദിനത്തിൽ അവൾക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് ഒരു സാരിയല്ല, ഒരു ചെയിൻ അല്ല, ഒരു ഫോണല്ല. അവൾക്ക് സമ്മാനിക്കേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ഇന്ന് നിരവധി സ്ത്രീകൾ കുടുംബത്തിൽ ജോലി നോക്കുന്നു, പുറത്ത് ജോലിക്ക് പോകുന്നു, കുടുംബം നോക്കുന്നു, എല്ലാം ബാലൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പേരിൽ ഒരു സ്ട്രക്ചേർഡ് വെൽത്ത് പ്ലാൻ ഉണ്ടോ? ഇതൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിയേ. അവൾക്ക് വർഷം തോറും ഉറപ്പുള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഇൻകം, ഭാവിയിൽ അതിന് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള അഡീഷണൽ ഇൻകം, ജീവിതകാലം മുഴുവൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേ ഔട്ട് ഓപ്ഷൻ, കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈഫ് പ്രൊട്ടക്ഷൻ കവറേജ്. ഇതെല്ലാം ഒരുമിച്ചുണ്ടെങ്കിലോ? അതൊരു സെക്യൂരിറ്റി മാത്രമല്ല, അതൊരു ഡിഗ്നിറ്റിയാണ്, അതൊരു പവറാണ്. 25 വർഷം വരെ അവളുടെ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്ന ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ ഉണ്ടെങ്കിൽ അവൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ കുടുംബം സെക്യൂർ ആണെന്നുള്ള ഒരു ബോധമുണ്ടാകും. പല സ്ത്രീകളും മറ്റുള്ളവർക്കായി കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു. ഈ വനിതാ ദിനത്തിൽ അവർക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കൂ. അവൾക്ക് വേണ്ടി അവരുടെ പേരിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ സൃഷ്ടിക്കുക. ഫിനാൻഷ്യൽ എംപവർമെന്റ് അതൊരു ഗിഫ്റ്റ് അല്ല, അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സ്ത്രീകളെ നിങ്ങൾ ശരിക്കും റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രീംസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അവളുടെ ഫ്യൂച്ചറിനെ സെക്യൂർ ചെയ്യുക, അവളെ സാമ്പത്തികമായി എംപവർ ചെയ്യുക. നിങ്ങൾ തീർച്ചയായും ഒരു സ്ട്രക്ചേർഡ് ഫിനാൻഷ്യൽ പ്ലാൻ അവൾക്ക് വേണ്ടി കൊടുക്കാൻ റെഡിയാണെങ്കിൽ താഴെ വാട്സപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയയ്ക്കുക. അതിൽ അവളുടെ വയസ്സ്, അവളുടെ ജോലി, അവളുടെ ലക്ഷ്യങ്ങൾ, അവൾക്ക് എത്ര വർഷത്തെ സുരക്ഷ നൽകണം, ഇതെല്ലാം ഉൾക്കൊള്ളിക്കുക. ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു എൻക്വയറി അല്ല, മറിച്ച് സീരിയസ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഡിസ്കഷനാണ്. ഈ വനിതാ ദിനത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ ശാക്തീകരിക്കൂ, അവളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യൂ.